ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ. സൈക്കോളജി പേപ്പർ 328 നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 20 ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. ആറ്റിറ്റ്യൂഡ് അഥവാ മനോഭാവം എന്നുള്ളത് നമ്മളുടെ പുറത്തുള്ള സാമൂഹിക ജീവിതത്തിലെ വ്യത്യസ്തമായ കാര്യങ്ങളോട് നമ്മൾ നടത്തുന്ന ഒരു മൂല്യനിർണ്ണയം എന്നുള്ള അടിസ്ഥാനത്തിലാണ്. എല്ലാ വ്യത്യസ്തമായ ഡെഫിനിഷനുകൾ ആറ്റിറ്റ്യൂഡിനുണ്ട്. Attitude can be defined as a set of views or thoughts regarding some topic. നമ്മൾ ചില വിഷയത്തോടുള്ള ആറ്റിറ്റ്യൂഡ് ഒബ്ജക്റ്റ് എന്നാണ് നമ്മൾ ആ വസ്തുവിനെ പറയാ. ആ വിഷയത്തോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്, നമ്മളുടെ ഒരു നിലപാടുകൾ എന്താണ്, അതല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ എന്താണ്, ഇത് മൂന്നും ഒരുമിച്ച് കൂടുമ്പോഴാണ് നമ്മൾ അതിനോടുള്ള ആറ്റിറ്റ്യൂഡ്, ആ വസ്തുവിനോടുള്ള ആറ്റിറ്റ്യൂഡ് പൂർത്തിയാവുന്നത്. ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വ്യത്യസ്തമായ 6 വഴികളിലൂടെ ആറ്റിറ്റ്യൂഡ് രൂപപ്പെടാം. ഒന്ന്, ക്ലാസിക്കൽ കണ്ടീഷനിങ്, നമ്മളുടെ പരിശീലനങ്ങളിലൂടെ, അടിസ്ഥാനപരമായ പരിശീലനങ്ങളിലൂടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് രൂപപ്പെടാം. അപ്പോൾ ഒരു വസ്തുവിനോട് നമുക്ക് ലഭിക്കുന്ന കൃത്യമായ പരിശീലനങ്ങൾ ഉണ്ടാകും. ആ പരിശീലനങ്ങൾ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. അപ്പോൾ പോസിറ്റീവ് ആയിട്ടാണ് ആറ്റിറ്റ്യൂഡ് രൂപപ്പെടുത്തുന്നതെങ്കിൽ ആ പരിശീലനം പോസിറ്റീവ് ആവണം. അതല്ല, അവനോട് നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് രൂപപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ പരിശീലനം നെഗറ്റീവ് ആയിരിക്കും. രണ്ട്, ഓപ്പറന്റ് കണ്ടീഷനിങ്. ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനോട് നാം ഇടപെട്ടാൽ കിട്ടുന്നത് റിവാർഡാണോ, അതായത് ഇങ്ങോട്ട് എന്തെങ്കിലും ആനുകൂല്യങ്ങളാണോ, അതല്ല നമ്മൾ അതിനോട് ഇടപെടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് പണിഷ്മെൻറ്റുകളാണോ, ശിക്ഷകളാണോ. അപ്പോൾ നമുക്ക് മെച്ചം കിട്ടുന്ന കാര്യങ്ങളോട് നമ്മളുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാകും. നമുക്ക് വേദനയോ സങ്കടമോ ദുഃഖമോ ഒക്കെ ഉണ്ടാകുന്ന കാര്യത്തോട് നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ത്രൂ മോഡലിംഗ്. നമ്മൾ കണ്ടുപഠിക്കുക. ഒരു കുട്ടി, ആ രക്ഷിതാവ് എന്ത് ചെയ്യുന്നു, ഒരാളോട് എല്ലാവരെയും ഒരു വീട്ടിൽ പ്രായമുള്ള ഒരാളെ എല്ലാവരും ബഹുമാനിക്കുന്നു എങ്കിൽ ആ കുട്ടിയും സ്വാഭാവികമായും അയാളെ ബഹുമാനിച്ച് പഠിക്കും. അതല്ലെങ്കിൽ അയാൾ പിന്നിലുണ്ടാകുന്ന സമയത്ത് അയാളെ തമാശയാക്കുന്നു, കളിയാക്കുന്നു, കുട്ടി ഇത് കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അയാളോട് കുട്ടിക്കുണ്ടാകുന്ന ആറ്റിറ്റ്യൂഡ് ഈ കളിയാക്കലിൻ്റെതായിരിക്കും. അതിനനുസരിച്ചുള്ള പെരുമാറ്റങ്ങൾ ഈ കുട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും. ഇതിനെയാണ് ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ ത്രൂ മോഡലിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഒന്നുള്ളത് ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ ത്രൂ സോഷ്യൽ കമ്പാരിസൺ. സാമൂഹികമായിട്ടുള്ള ഒരാളോട് സമൂഹത്തിലെല്ലാവരും അദ്ദേഹത്തിന് വളരെയധികം റെസ്പെക്റ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്, അദ്ദേഹം വരുമ്പോൾ വളരെ ബഹുമാനം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു ചില ആളുകളെ കുറിച്ച് ഭയങ്കര ബഹുമാനത്തോടു കൂടി നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ മനുഷ്യൻ പോലീസാണ്, പോലീസിനെ കുറിച്ച് എല്ലാവരും നല്ലത് പറയുന്നു, ബഹുമാനിക്കുന്നു, അപ്പോൾ പോലീസിനോട് ഒരു ബഹുമാനം രൂപപ്പെടും. മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു സാമൂഹികമായി അത്ര വിജയിക്കാത്ത ഒരാളാണ്, അതല്ലെങ്കിൽ അയാൾ എപ്പോഴും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പം ഇതിനനുസരിച്ച് നമ്മൾ കാണുകയും സോഷ്യൽ കമ്പാരിസൺ, സാമൂഹികമായ ഒരു കമ്പാരിസണോട് കൂടിയിട്ട് നമ്മൾ അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് രൂപപ്പെടുത്തും. പിന്നൊന്ന്, ഗ്രൂപ്പ് ഓർ കൾച്ചറൽ നോംസ്. സാംസ്കാരികമായ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ചില വിശേഷണങ്ങൾ ഉണ്ടാകും. ഇപ്പം ഇന്ന ജോലി ചെയ്യുന്ന ആളുകൾ താഴ്ന്നവരാണ്, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ മുതിർന്നവരാണ്, അല്ലെങ്കിൽ ഇന്ന ആൾ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്, പ്രത്യേകതയുള്ളവരാണ്. ഈ രീതിയിൽ നമ്മൾ സോഷ്യൽ കമ്പാരിസണിലൂടെയും കൾച്ചർ നോംസിലൂടെയും നമുക്ക് സമൂഹത്തിൻ്റെ രൂപപ്പെടുത്താം. പിന്നെ എക്സ്പോഷർ ടു ഇൻഫർമേഷൻ, അറിവ് കിട്ടുന്നതിനനുസരിച്ച് ടി വിയിൽ നിന്ന്, ഇൻ്റർനെറ്റിൽ നിന്ന്, വാർത്തകളിൽ നിന്ന് നമുക്ക് അറിവ് ലഭിക്കുന്നതിനനുസരിച്ചിട്ടും നമ്മളുടെ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം ഉണ്ടാകും. പിന്നെ ഇത് ആറ്റിറ്റ്യൂഡ് രൂപപ്പെടുത്തിയതിനെ മാറ്റുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മാറുക? ഒന്ന്, പേഴ്സ്വേഷൻ, ബാക്കിയുള്ളവർ പ്രേരിപ്പിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ മാറും. അപ്പം ആര് പറയുന്നു പ്രധാനപ്പെട്ടത്, എങ്ങനെ പറയുന്നു, എന്ത് പറയുന്നു, 3 കാര്യങ്ങളുണ്ട്. പെർസുവേഷൻ്റെ കാരണമാകുന്ന മെസ്സേജ് നമ്മൾ സ്വീകരിക്കുന്ന രീതിയുടെ അടിസ്ഥാനം 3 ഒന്ന്, സോഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്ക് വളരെ വിശ്വസനീയമായ ഒരാളാണ് പറയുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പെട്ടെന്ന് സ്വീകരിക്കും. അത്ര വിശ്വസനീയമല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ അങ്ങനെ സ്വീകരിക്കൂല. 2, പറയുന്നത് നമുക്ക് വളരെ കൃത്യമായി ധാരണയുള്ള അല്ലെങ്കിൽ നമുക്ക് നേരത്തെ വിശ്വാസമുള്ളതാണെങ്കിൽ നമ്മൾ കൂടുതൽ സ്വീകരിക്കും, അല്ലെങ്കിൽ അത്ര കുറച്ചേ സ്വീകരിക്കുള്ളൂ. 3, എങ്ങനെയാണ് അവതരിപ്പിക്കപ്പെടുന്നത്, അത് വളരെ വിശ്വസനീയമായ രീതിയിൽ ഇമോഷണലായി വിവിധ മാധ്യമങ്ങളിലൂടെ ഒക്കെ കൂടി വരുമ്പോൾ നമ്മൾ വിശ്വസിക്കും. ഇലക്ഷൻ പ്രചരണ സമയത്തൊക്കെ ഈ പെർസുവേഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇത് അനുസരിച്ചിട്ടാണ് ആളുകളുടെ തീരുമാനങ്ങൾ മാറുക എന്നുള്ളത്. പ്രജുഡിസ് ആൻഡ് ഡിറ്റർമിനേഷൻ എന്ന് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വേറൊരു കാര്യമാണ്.
നമുക്ക് ചില മുൻധാരണകൾ ഉണ്ടാകും. ആളുകളുടെ പേര്, നാള്, നിറം, ഉയരം ഒക്കെ വെച്ചിട്ട്, വേഷമൊക്കെ വെച്ചിട്ട് നമുക്ക് ചില മുൻധാരണകൾ ഉണ്ടാകും. ആ മുൻധാരണക്കനുസരിച്ച് നാം ആളുകളെ നമ്മൾ തന്നെ വർഗീകരിച്ചിട്ടാണ് പെരുമാറുക. നമ്മൾ പെരുമാറ്റം നമ്മളെടുത്ത് വരുന്ന ആളുകൾക്കും കുട്ടികളടക്കമുള്ള രീതിയിൽ നമ്മളുടെ നേരത്തെയുള്ള പ്രജുഡീസുകൾ വെച്ചിട്ട്, സ്റ്റീരിയോ ടൈപ്പ് വെച്ചിട്ടൊക്കെ നമ്മൾ പെരുമാറ്റം ഉണ്ടാകും. അത് പരമാവധി കുറക്കാനുള്ള പരിശ്രമങ്ങളും നമ്മളെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇനി ഈ ഗ്രൂപ്പുകൾക്കുള്ളിൽ നിന്നുണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾ നമുക്ക് എങ്ങനെയാണ് കുറക്കാൻ വേണ്ടി പറ്റുക, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുക? ഒന്ന്, പരസ്പരം ഉള്ള ഗ്രൂപ്പിലുള്ള കോണ്ടാക്റ്റുകൾ, സംസാരങ്ങൾ ഇൻക്രീസ് ചെയ്യുക. ഡീകാറ്റഗറൈസേഷൻ, നമ്മൾ മതിൽക്കെട്ടുകൾ ഒഴിവാക്കുക. റീകാറ്റഗറൈസേഷൻ, പുനർവർഗീകരണങ്ങൾ, മിക്സ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക. സൂപ്പർ ഓർഡിനേറ്റ് ഗോൾസ്, പരസ്പരം ലക്ഷ്യങ്ങൾ ഒരുമിച്ച് കാണുക തുടങ്ങിയതിലൂടെ നമുക്ക് വ്യത്യസ്ത സാമൂഹിക സംവിധാനങ്ങളിലുള്ള ആളുകൾ ഒരു ഗ്രൂപ്പായി വരികയും അവരുടെ ലക്ഷ്യങ്ങൾ, കോൺഫ്ലിക്റ്റുകൾ പരമാവധി കുറച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനും പറ്റും. താങ്ക് യു.